കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശനിയാഴ്ച രാത്രിയിലും ദൈവവചനം ധ്യാനിക്കേണ്ടതിന്, പഠിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയും പ്രത്യേകമായി ഈ രാത്രിയിലെ തിരുവചന പഠനത്തിനായി കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു, വന്ദനം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ശനിയാഴ്ച ദിവസം നാം 2-ം അധ്യായത്തിൽ എഫെസോസ് സഭയെക്കുറിച്ച് പഠിച്ചു. സ്മിർന സഭയെക്കുറിച്ച് പഠിച്ച് തുടങ്ങി. അതിൻ്റെ മിക്കവാറും ഒരു പകുതിയിലേറെ ഭാഗം സ്മിർന സഭയെക്കുറിച്ചുള്ള പഠനം തീർക്കുവാൻ ഇടയായി. സ്മിർന സഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചത് പ്രധാനമായിട്ടും സ്മിർന പീഡനത്തിലൂടെ കടന്നു പോകുന്ന ഒരു സഭയായിരുന്നു. സ്മിർന സഭയെ യേശുക്രിസ്തു തൻ്റെ ടൈറ്റിൽസ് കൊണ്ട് സംബോധന ചെയ്യുന്നത് 2 ടൈറ്റിൽസാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഞാൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു. I was dead but now I am alive. പിന്നെ രണ്ടാമത്തെ ക്ലെയിം എന്ന് പറയുന്നത്, യേശുവിൻ്റെ ക്ലെയിം സ്മിർന സഭയോടുള്ളത് എന്താണ്? ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു എന്നുള്ളതാണ്. ആ 2 കാര്യങ്ങളാണ് സ്മിർന സഭയോട് ദൂത് പറയുമ്പോൾ, മെസ്സേജ് പറയുമ്പോൾ യേശു തൻ്റെ ക്ലെയിംസ് ആയിട്ട്, തൻ്റെ അവകാശവാദങ്ങളായിട്ട് പറയുന്നു. ഇനി സ്മിർന സഭയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇത് ചിന്തിച്ച കാര്യമാണ്. എങ്കിലും ഇന്നിവിടെ വന്നിരിക്കുന്നവരിൽ പലര് കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് വളരെ പെട്ടെന്നൊരു റെപ്പറ്റീഷൻ നടത്തുകയാണ്. സ്മിർന സഭയെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ കഷ്ടത 2-3 കാര്യങ്ങൾ കർത്താവ് അറിയുന്നു എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അറിയുന്നു എന്ന് പറയുന്നത്? Suffering and I know your suffering, your tribulation and your poverty. നിങ്ങളുടെ കഷ്ടതയും ദാരിദ്ര്യവും ഞാൻ അറിയുന്നു. സഭയോട് പറയാൻ, നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും ഞാൻ അറിയുന്നു. കഷ്ടത എന്നതിന് ഒരു റൂട്ട് വേർഡ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? വന്നവര് ഓർക്കുന്നുണ്ടോ? അത് നിങ്ങൾ അർത്ഥമാണ് പറയുന്നത്. ഞാൻ റൂട്ട് വേർഡാണ് ചോദിച്ചത്. റൂട്ട് വേർഡ് നിങ്ങൾ അർത്ഥം പറയുന്നത് ശരിയാണ്. എന്തായിരുന്നു വേർഡ് പറഞ്ഞ എന്തുവാ? ക്ലിപ്സിസ്. എന്താ പറഞ്ഞത്? ക്ലിപ്സിസ്. ഗ്രീക്ക് വേർഡ് ക്ലിപ്സിസ് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു വലിയ വെയിറ്റിൻ്റെ കീഴിൽ, ഭാരത്തിൻ്റെ കീഴിൽ വെച്ച് ഞെരിച്ച് അമർത്തുക എന്ന ആശയമാണ്. അപ്പോൾ സ്മിർന സഭ കടന്നു പോയിക്കൊണ്ടിരുന്ന അവരുടെ പീഡനം, അവരുടെ സഫറിങ് അത്ര ഭയങ്കരമായിരുന്നു. എങ്ങനെയുള്ള സഫറിങ് ആയിരുന്നു? ഒരു വലിയ ഭാരത്തിൻ്റെ കീഴിൽ ഞെരിഞ്ഞമരുന്നത് പോലെയുള്ള ഒരു സഫറിങ്ങിൽ കൂടെയാണ് അവർ കടന്ന് പോയിക്കൊണ്ടിരുന്നത്. മറ്റൊരു കാര്യം, അത് നമ്മൾ എഫെസോസ് സഭയെക്കുറിച്ച് പറഞ്ഞെടുത്തു, അത് കയറി വന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ വിവരണം വേണ്ട. മറ്റൊരു കാര്യം, സ്മിർന സഭയെക്കുറിച്ച് പറയുന്നത് നിന്റെ കഷ്ടത അറിയുന്നു. പിന്നെ എന്തുകൂടെ അറിയുന്നു? I know your poverty. നിന്റെ ദാരിദ്ര്യം അറിയുന്നു. കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞതാണ്, ദൈവവചനത്തിൽ, പ്രത്യേകിച്ച് ന്യൂ ടെസ്റ്റ്മെന്റ്, പുതിയ നിയമത്തിൽ ക്രിസ്ത്യാനിറ്റിയെ പോവർട്ടിയുമായിട്ട് ഒത്തിരി കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. ആദിമ സഭയുടെ ഫസ്റ്റ് സെഞ്ചുറി ചർച്ചിൻ്റെ the beginning of first century church was in those days people were not rich. Most of them were very poor. അപ്പം പോവർട്ടിയുമായിട്ട്, ദരിദ്രാവസ്ഥയുമായിട്ട് ആദിമ സഭയ്ക്ക് വളരെ ബന്ധമുണ്ടായിരുന്നു. അത് പെന്തക്കോസ്തിൻ്റെ ആരംഭം മുതലും അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ. പ്രത്യേകിച്ച് കേരള ചരിത്രമൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയാണ്, ഇന്ത്യയിലെ പെന്തക്കോസ്റ്റ് ഹിസ്റ്ററി എടുക്കുമ്പോഴും അങ്ങനെയാണ്.
അന്ന് റിച്ചായിട്ടുള്ള ആളുകള്, ധനവാന്മാര്, പണം ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാനുണ്ടായിരുന്നവരൊന്നും ആരുമില്ലായിരുന്നു. തുടക്കം എന്ന് പറയുന്നത് പോവേർട്ടിയിൽ, ഇല്ലായ്മയില്, ദാരിദ്ര്യത്തിലൊക്കെയാണ് തുടക്കം. ഇവിടെ സ്മരണ സഭയുടെ ഐ നോ യുവർ പോവേർട്ടി, ഐ നോ യുവർ ട്രബിൾ, യുവർ സഫറിങ് ആൻഡ് ഓൾസോ ഐ നോ യുവർ പോവേർട്ടി. നിന്റെ കഷ്ടത എനിക്കറിയാം, നീ അനുഭവിക്കുന്ന വേദന അറിയാം, അപ്പോൾ തന്നെ നിന്റെ എന്തുകൂടെ അറിയാം, ദാരിദ്ര്യം കൂടെ എനിക്ക് അറിയാം എന്ന് കർത്താവ് പറയുന്നു. ഈ പോവേർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന വാക്കിന് രണ്ട് പദങ്ങള് ഗ്രീക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ട് പദങ്ങൾ. അതില് ഒന്നാമത്തെ പദം പെനിയ, PNIA, പെനിയ എന്ന പദമാണ്. പെനിയ എന്ന പദത്തിന് അർത്ഥം ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റത്തക്ക നിലയിൽ മാത്രം അവന് ലഭിക്കുന്നവർ എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഒരു മനുഷ്യൻ പോയി കഠിന അധ്വാനം ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്താലും കഷ്ടിച്ചവന്റെ ആവശ്യങ്ങൾ നിറവേറ്റത്തക്ക നിലയിലുള്ള വരുമാനം, അതിനാണ് എന്ന് പറയുന്നത് പെനിയ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്ന പദം ടോക്കെയ്യ എന്ന പദമാണ്. PTOCHEIA, ടോക്കെയ്യ എന്ന പദത്തിന്റെ അർത്ഥം എ പേഴ്സൺ ഹു വാസ് അബ്സല്യൂട്ട്ലി നത്തിങ്, ഒന്നുമില്ലാത്ത ഒരുവൻ. മറ്റേയാൾക്ക് അറ്റ്ലീസ്റ്റ് എന്തുണ്ട്, പകല് മുഴുവൻ കഠിനാധ്വാനം ചെയ്താൽ കഷ്ടിച്ച് അഹോവൃത്തി കഴിക്കാനുള്ളത് കിട്ടുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ കാര്യത്തിനോ നത്തിങ്, അബ്സല്യൂട്ട്ലി നത്തിങ്, ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ് ആ വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ സ്മിർന സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ ടോക്കെയ്യ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് they had absolutely nothing. ദാരിദ്ര്യത്തിന്റെ ഒരു വല്ലാത്ത സ്ഥിതിവിശേഷത്തിൽ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സഭയായിരുന്നു സ്മിർന സഭ. ഇനി ഇവിടെ നിന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. 7 സഭകളിലെ ഒരു സഭയെ കുറിച്ച് കർത്താവ് ദൂത് പറയുമ്പോൾ പറയുന്നു, നീ ധനവാനാകുന്നു എന്ന് നീ പറയാ. അവര് പറയുന്നത് ഞാൻ ധനവാനാകുന്നു എന്ന് ആ സഭക്കാർ പറയുക. ആരാന്നറിയാ? ഓർമ്മയുണ്ടോ? 7 ചർച്ചസിൽ ഒരു സഭയുള്ളൂ. നമ്മൾ ആ സഭയിൽ നമ്മൾ രണ്ടാമത്തെ ചർച്ച വന്നതേ ഉള്ളൂ, ബാക്കി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. 7 ചർച്ചില് ഒരു സഭയോട് പറയുന്നതാണ്. ആ സഭ പറയുക, അവര് അഭിമാനമായിട്ട് ഞാൻ ധനവാനാകുന്നു, ഞാൻ സമ്പന്നൻ, ഞാൻ ധനവാൻ, എനിക്ക് ഒന്നിനും കുറവില്ല എന്ന് പറയുന്ന ഒരു സഭ. ബാക്കി കൂടെ പൂരിപ്പിച്ച് വിടാം, നിങ്ങൾക്ക് പിടിക്കുക. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ചർച്ച്, ലവോഡീഷ്യൻ ചർച്ച്, ആ സഭ പറയുന്നത്, അവര് ക്ലെയിം ചെയ്യുകയാണ്, ഞാൻ ആരാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ ധനവാനാണ്, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് അവര് പറയുന്നു. Whereas the Smyrna church, they have nothing to claim, are not just poor but absolutely they are poor. ഒന്നുമില്ല എന്ന് മാത്രമല്ല, തീരെ ഒന്നുമില്ലാത്ത ദരിദ്രാവസ്ഥയിലായിരിക്കുന്ന ഒരു സഭയാണ് സ്മിർന സഭ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ഭൂമിയിൽ, യേശുവിന്റെ ജനനം മുതൽ യേശുവിന്റെ മരണം വരെയുള്ള ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ യേശു കർത്താവ് ആരായിട്ട് ഭൂമിയിൽ ജനിച്ചതും ജീവിച്ചതും മരിച്ചതും? ദരിദ്രനാണ്. യേശുവിന്റെ ജനനം ഒരു ദരിദ്രന്റെ ജനനം എന്ന് പറഞ്ഞാൽ, he was not born in a hospital, he was not born in a room even. I mean, his mother and his father went and knocked every door and nobody was willing to open a door for Mary to give birth to Jesus, and all doors were closed and we do not know exactly where Jesus was born. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ, യേശു എവിടെയാ ജനിച്ചതെന്ന് ബൈബിള് പറയുന്നില്ല, ആർക്കും അറിയത്തില്ല. യേശു പുൽക്കൂട്ടിൽ ജനിച്ചു എന്നൊക്കെ ചരിത്രം ആളുകൾ പറയുന്നേ ഉള്ളൂ. അല്ല, യേശു പുൽക്കൂട്ടിലല്ല ജനിച്ചത്. എവിടെയാ ജനിച്ചതെന്ന് എനിക്കിന്ന് രാത്രി പറയാൻ അറിയില്ല, ബൈബിൾ അത് പറയുന്നില്ല. എന്റെ ചിന്ത ചിലപ്പോൾ ഒരു മരത്തിന്റെ കീഴിലോ എവിടെയെങ്കിലുമോ യോസേഫ് ഒരു ബെഡ്ഷീറ്റോ പുതച്ചുകൊണ്ട് വന്ന പുതപ്പോ ഒരു മറയായി പിടിച്ച് അവിടെ ആയിരിക്കുമെന്ന് യേശുവിനെ പ്രസവിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് എടുത്ത് കിടത്താൻ ഒരു സ്ഥലമില്ലാഞ്ഞിട്ട് എവിടെ കിടത്തി?
he was laid in a manger, ഒരു പുൽക്കൂട്ടിൽ അവനെ കിടത്തിയതാണ്. he was not born there, അവിടെ അല്ല ജനിച്ചത്. ക്രൈസ്തവ സഭയൊക്കെ, എല്ലാ ക്രൈസ്തവ സഭകളും ആഗോള വ്യാപകമായി ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ യേശു പുൽക്കൂട്ടിൽ ജനിച്ചു എന്നുള്ള ആശയമൊക്കെയാണ് പഠിപ്പിക്കുന്നതും അങ്ങനെയുള്ളൊരു മെമ്മറിയൊക്കെയാണ് അവരെ കൊണ്ടാടിയൊക്കെ ചെന്നാൽ അങ്ങനെ ഒരു പ്രൂഫ് ബൈബിളിൽ തരുന്നില്ല. അപ്പൊ നമുക്ക് കർത്താവിന്റെ ജനനം അത് ഒരു ദരിദ്രന്റെ ജനനമായിരുന്നു. ഇനി യേശുവിനെ പരിച്ഛേദങ്ങൾ അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക് പ്രതിഷ്ഠിക്കാൻ വേണ്ടി ആൺകുഞ്ഞുങ്ങളെ ന്യായപ്രമാണം പറയുന്നത് പോലെ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുപോകുന്ന ആ പോക്കുമൊക്കെ അന്നത്തെ കാലത്ത് പഴയ നിയമ തത്വം അനുസരിച്ച് ധനവാന്മാരെ ആൺകുട്ടികളെ പ്രതിഷ്ഠിക്കാൻ പോകുമ്പോൾ ഒരു നല്ല കാളക്കിടാവിനെയും കൊണ്ടാണ് പോകുന്നത്. മിഡിൽ ക്ലാസ് ആളുകളെ ഒരു കുട്ടിയെ പ്രതിഷ്ഠിക്കാൻ പോകുമ്പോൾ ഒരു നല്ല ആട്ടിൻകുട്ടിയെ കൊണ്ടുപോകും. എന്നാൽ ദരിദ്രരായവർ, ഒന്നുമില്ലാത്ത ദരിദ്രർ കുട്ടിയെ പ്രതിഷ്ഠിക്കാൻ പോകുമ്പോൾ എന്ത് കൊണ്ടുപോകും? ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുപോകും. നമ്മുടെ കർത്താവിനെയും കൊണ്ട് യോസഫും മറിയയും പോയത് ഒരു കുറുപ്രാവിനെയുമായിട്ടാണ്. കാരണം അവൻ ദരിദ്രനായി ജനിച്ചു എന്നുള്ളതിന്റെ തെളിവാണത്. ഇനി യേശുവിന്റെ ജീവിതം നോക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പല കാര്യങ്ങളും പറഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ജീവിതം മുഴുവൻ ദാരിദ്ര്യത്തിന്റെ ജീവിതമായിരുന്നു. അവന് സ്വന്തമെന്ന് പറയാൻ ഭൂമിയിൽ ഒന്നുമില്ലായിരുന്നു. സ്വന്തമായിട്ടൊരു വീട് എന്ന് യേശുവിനില്ലായിരുന്നു. പകൽ മുഴുവൻ ശുശ്രൂഷ ചെയ്ത് പ്രസംഗിച്ച് എല്ലാ ശുശ്രൂഷകളും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവവചനത്തിൽ, മർക്കോസിലും യോഹന്നാന്റെ സുവിശേഷത്തിലും ഒക്കെ, ഓരോരുത്തർ വൈകുന്നേരമായപ്പോൾ ഓരോരുത്തർ താന്താന്റെ വീട്ടിലേക്ക് പോയി. യേശുവോ ഒലിവുമലയ്ക്ക് പോയി. സ്തോത്രം. കാരണം എന്റെ കർത്താവിന് പോയി പാർക്കാൻ സ്വന്തമായിട്ടൊരു വീട് എങ്ങുമില്ലായിരുന്നു. അവൻ രാത്രിയിൽ ഒലിവുമലയിൽ പോയി പിതാവുമായി സമയം ചിലവഴിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. സ്തോത്രം. കർത്താവിന് ഒരു യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ സ്വന്തമായി ഒരു പടകില്ല. ഒരു മുക്കുവൻ, കൂടെയുള്ള മുക്കുവന്മാരായ ഡിസൈപ്പിൾസ്, ശിഷ്യന്മാർക്ക് പടകുണ്ട്, ബോട്ട്സ് ഉണ്ട്. പക്ഷെ യേശുവിന് എന്തില്ല? ഒരു പടക് സ്വന്തമായിട്ടില്ല. അവൻ ഹയർ ചെയ്ത ഒരു ബോട്ടിൽ നിന്നുകൊണ്ട് ഒരിക്കൽ ജനത്തെ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ ഒരു ബോട്ടിൽ അവൻ പലപ്പോഴും യാത്ര ചെയ്തതും തലവെച്ച് ഉറങ്ങിയതുമൊക്കെ. സ്തോത്രം. കരം കൊടുക്കേണ്ട സമയം, ടാക്സ് അടയ്ക്കേണ്ട സമയം വന്നപ്പോൾ അവന് ടാക്സ് അടയ്ക്കാൻ കയ്യിൽ പണമില്ലാഞ്ഞിട്ട്, സ്തോത്രം, എന്ന് യേശു പത്രോസിനോട് പറഞ്ഞു, നീ പോയി സമുദ്രത്തിൽ എന്ത് ചെയ്യുക? ചൂണ്ടയിട. ആദ്യം കിട്ടുന്ന മീനിന്റെ വയറ്റില് എനിക്കും നിനക്കും വേണ്ടിയുള്ളത് തമ്പുരാൻ കരുതി വെച്ചിട്ടുണ്ട്, അവിടെ എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞ് അങ്ങനെയാ എന്റെ കർത്താവ് ടാക്സ് അടച്ചത്, കരമടച്ചത്. അങ്ങനെ കർത്താവിന് ഒന്നും പുകഴാനും പ്രശംസിപ്പാനുമില്ല. യഹൂദന്റെ ചട്ടമനുസരിച്ച്, മര്യാദ അല്ലെങ്കിൽ അവന്റെ ആചാരം അനുസരിച്ച് എല്ലാ യഹൂദന്മാരും മരിക്കുന്നതിന് മുൻപ് ഒരു കുടുംബ കല്ലറ വെട്ടുന്ന പതിവ് അവർക്ക് സാധാരണഗതിയിൽ ഉണ്ടായിരുന്നു. ഒരു ടോംബ് മേക്ക് ഇറ്റ് ഫോർ ദംസെൽസ്, ഫോർ ദ ഫാമിലി. അപ്പോൾ അങ്ങനെ ഒരു കുടുംബ കല്ലറ എന്ന് യേശുവിനെ പറയാനില്ലായിരുന്നു. ഒടുവിൽ യേശുവിന്റെ ഡെഡ് ബോഡി വെക്കേണ്ട സമയം വന്നപ്പോൾ അരിമത്യക്കാരനായ യോസേഫ് തനിക്ക് വേണ്ടി വെട്ടിച്ചിരുന്ന കല്ലറയിലാണ് യേശുവിന്റെ ശവശം. സോ കല്ലറയും കർത്താവ് കടം വാങ്ങിയാണ് തന്റെ ബോഡി അവിടെ വെക്കുവാനിടയായിട്ടുള്ളത്. അതിനുശേഷം യേശുവിന്റെ പക്ഷികളുടെ കർത്താവ് ചെയ്ത ഒരു സന്തോഷം എനിക്ക് എന്താണെന്നറിയാമോ? കടം വാങ്ങിയ കല്ലറ കർത്താവ് 3-ാം ദിവസം തിരിച്ചു കൊടുത്തു. നീ എടുത്തോളാം പറഞ്ഞു. സാധാരണ ആളുകള് കല്ലറയിൽ വെച്ചാല് അത് പിന്നെ അവിടെ അഴുകി പുഴുത്ത എല്ലും കഷണങ്ങളും ഒക്കെ ആയി അത് അവിടെ കിടക്കും. എന്നാൽ എന്റെ യേശുവിന്റെ ബോഡി സംബന്ധിച്ച് യോസേഫിനോ മറ്റാർക്കോ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം പോലും വന്നില്ല. കടം വാങ്ങിച്ച് നിന്നാ കുഞ്ഞെ നീ തിരിച്ചു പിടിച്ചോ എന്ന് പറഞ്ഞ് അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. മരണസമയത്ത് പോലും ഒരു സാധാരണ മരിക്കുന്ന ഒരാൾ മരിക്കുമ്പോൾ കട്ടിലോ എവിടെയെങ്കിലും കിടന്ന് ആരുടെ ഒരു സഹായത്തോടെയൊക്കെ മരിക്കുന്ന രീതിയാണ് സാധാരണ കണ്ടുവരുന്നത്. മക്കളോ ബന്ധുക്കാർ ആരെങ്കിലും കണ്ണൊക്കെ കൂട്ടി അടച്ച് ചില വെള്ളമൊക്കെ വായിൽ ഒഴിച്ചു കൊടുത്ത് മരണം മരിക്കുന്ന ചരിത്രം നമ്മൾ കാണാറുള്ളത്. എന്നാൽ എൻ്റെ യേശു മരിക്കാൻ നേരത്തെ സ്വന്തം തോളിലാണ് തലചായ്ച്ചത്. സ്തോത്രം. നോക്കി സ്വന്തം തോളിൽ തലചായ്ച്ച അവൻ മരിച്ചത്. സോ he had nothing to claim for himself. തനിക്ക് തന്റേതെന്ന് പറയാൻ ഭൂമിയിൽ ഒന്നുമില്ലായിരുന്നു. എന്നാൽ അവൻ ആരാ? സകലത്തിന്റെ സൃഷ്ടാവ്, സകലത്തിന്റെ സൃഷ്ടാവ്, എല്ലാറ്റെയും സൃഷ്ടി ചെയ്തവനാണ് അവൻ. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തില് പൗലോസ് പറയുന്നത്, ദൈവത്തിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നിങ്ങൾ നിമിത്തം
ദരിദ്രനായി തീർന്ന Amen. Hallelujah. Praise the Lord. അവൻ ആരായിരുന്നു? അവൻ സമ്പന്നനായിരുന്നു. സകല സമ്പത്തിന്റെയും ഉറവിടമാണ് നമ്മുടെ കർത്താവ്. എന്നാൽ അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദരിദ്രനായിരുന്നു. എന്തിനു വേണ്ടി? നമ്മെ സമ്പന്നരാക്കാൻ. ഇന്ന് നാം അനുഭവിക്കുന്ന സകല ആത്മീക നന്മകളും സകല ഭൗതിക നന്മകളും സകലത്തിന്റെയും ഉറവിടം യേശുവാണെന്ന് ഓർത്ത് സ്തോത്രം ചെയ്യാൻ നാം തയ്യാറാകണം. അവൻ നമ്മെ സമ്പന്നരാക്കാനാണ് അവൻ ദരിദ്രനായി തീർന്നത്. ദൈവം അപ്പൊ സ്മിർന സഭയോട് പറയുകയാണ്, നീ ദരിദ്രരാണ്, നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു. ദാരിദ്ര്യം അറിയുന്ന കർത്താവ് ആണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. സ്തോത്രം. മൂന്നാമത് സ്മിർന സഭയോട് പറയുന്നത്, നിങ്ങൾക്ക് എന്തുണ്ടാകും? 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. 10-ാം വാക്യത്തിന്റെ സഹിക്കാനുള്ളത് പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ആ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ സ്മിർന സഭയ്ക്ക് ഈ ദാരിദ്ര്യത്തിലും കഷ്ടത്തിലും കഴിയുന്ന ഈ സഭയ്ക്ക് അതിൻ്റെ കൂടെ അവരോട് പറയുകയാണ്, പിശാച് നിങ്ങളിൽ ചിലരെ എന്ത് ചെയ്യാൻ പോവുകയാണ്? തടവിലാക്കാൻ പോവുകയാണ്. You are going to face imprisonment. പിശാച് നിങ്ങളെ തടവിലാക്കാൻ പോവുകയാണ്. എന്നിട്ട് അവിടെ ഒരു സംഖ്യ പറയുന്നുണ്ട്. എത്ര ദിവസമാണ്? 10 days. 10 ദിവസം. 10 days. 10 ദിവസം. ഈ 10 days എന്ന ആ സംഖ്യയെ കുറിച്ച് ഓഫ് കോഴ്സ് കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസ് ഒക്കെ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ, ബൈബിൾ സ്കോളേഴ്സിന്റെ ഇടയിലുണ്ട്. എന്നാൽ ജനറലി പൊതുവായിട്ടുള്ള ഒരു ചിന്ത, റോമൻ എംപറേഴ്സിന്റെ കീഴിലായിട്ട് AD 64 to 310, AD 64 മുതൽ 310 വരെ 10 റോമൻ രാജാക്കന്മാരുടെ, ചക്രവർത്തിമാരുടെ കീഴിലാണ് ക്രൈസ്തവ സഭയ്ക്ക് എന്തുണ്ടായത്? പീഡയുണ്ടായത്. ഓക്കെ. AD എന്ന് മുതൽ 64 to 310, 64 മുതൽ 310 വരെ 10 റോമൻ ചക്രവർത്തിമാരുടെ കീഴില് ക്രൈസ്തവ സഭയ്ക്ക് മഹാപീഡനം ഉണ്ടായി, വലിയ പീഡനം ഉണ്ടായി. ആ പീഡനത്തെ, ഈ 10 രാജാക്കന്മാരുടെ, ചക്രവർത്തിമാരുടെ കീഴിലുള്ള പീഡനത്തെ കൺസൈസ് ചെയ്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് 10 ദിവസത്തെ ഉപദ്രവം എന്നാണ് പൊതുവിലൊരു അഭിപ്രായം. പക്ഷെ അപ്പോൾ തന്നെ അത് ഇതൊരു കുറഞ്ഞ കാലയളവിനെ പ്രകടമാക്കുന്ന ഒരു പദപ്രയോഗമായിട്ടാണ് മറ്റ് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സ്മിർന സഭ, ദ സ്മിർന ചർച്ച്, they had to go through severe persecutional experience. But when Christ says about the persecution, what is the promise that is told? What is the promise that is told? Whoever is victorious will not be harmed by this. Yeah, you don't have to worry. Do not fear what you are about to suffer. Behold, the devil is about to cast some of you into prison so that you will be tested. Tested. So, what for this imprisonment happens? For testing. For testing. Okay. അപ്പൊ ഈ 10 ദിവസത്തെ പീഡ നിങ്ങൾക്കുണ്ടാകുമെന്ന് പറയുമ്പോൾ അവരോട് ആദ്യം തന്നെ പറയുന്നത്, നീ സഹിക്കാനുള്ളത് എന്ത് ചെയ്യണ്ട? പേടിക്കണ്ട. അപ്പൊ പേടിക്കണ്ട എന്ന് ആദ്യം പറഞ്ഞിട്ടാ എന്താ സഹിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. ഓക്കെ. You don't have to worry, don't fear, something is going to happen. And that is 10 days imprisonment. 10 ദിവസത്തെ ഉപദ്രവം നിനക്ക് ഉണ്ടാകാൻ പോവുകയാണ്. പക്ഷെ നീ എന്ത് ചെയ്യണ്ട? പേടിക്കേണ്ട കാര്യമില്ല. And why? എന്തുകൊണ്ടാണ് പേടിക്കണ്ട എന്ന് പറയുന്നത്? ഇത് നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി, നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിനക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. And if you are going to be faithful, you shall be rewarded. Yes. You shall be rewarded. Amen. So we need to understand, in all our circumstances, we need to be faithful and loyal to the risen Christ.
ആമേൻ. ജീവിതത്തിന്റെ സകല പ്രതിസന്ധികളിലും ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനോട് വിശ്വസ്തത പുലർത്തണമെന്നാണ് ദൈവവചനത്തെ കുറിച്ച് ആലോചിക്കുന്നത്. ആ വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. How much you are loyal to Jesus, how much you are faithful to your master, that much you shall be rewarded and appreciated. Praise the Lord. Yes. അതുകൊണ്ട് അതാണ് നമ്മോടുള്ള ചലഞ്ച്. ഇവിടെ അവരോട് പറയുന്ന അതാണ്, നീ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. എന്ന് വരെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം? Till the point of death. Till the point of death. അവിടെ അതിന്റെ ശരിയായ റൂട്ട് വേർഡ് എന്താണെന്നറിയാവോ? Till the point of death എന്നല്ല, even in death you have to be faithful എന്നാണ്. മരണപര്യന്തം എന്നതിന്റെ ശരിയായ തർജ്ജിമ എന്ന് പറയുന്നത് മരണത്തിലും നീ വിശ്വസ്തനായിരിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ പീഡയല്ലേ നടക്കുന്നത്, പീഡയല്ല, ഈ പീഡനത്തിൽ എത്രയോ പേര് രക്തസാക്ഷികളായി മാർട്ടീഴ്സായിട്ട് മരിക്കുക വിശ്വാസത്തിന് വേണ്ടി. അപ്പൊ അങ്ങനെയുള്ളവരുടെ ധൈര്യത്തിന് വേണ്ടി പറയുകയാണ്, മരണത്തിലും നീ എന്തായിരിക്കണം? യു നീഡ് ടു ബി ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തനായിരിക്കണം. അങ്ങനെ വിശ്വസ്തനായിരുന്നാൽ what you will receive? ജീവകിരീടം, ജീവകിരീടം നിനക്ക് തരും എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കൂ, ജീവിക്കാൻ അല്ലെങ്കിൽ മരിച്ച് ജീവിക്കാൻ ഒരുക്കപ്പെടുന്നവർക്ക് കർത്താവ് പ്രോമിസ് ചെയ്യുന്നത് കുറഞ്ഞ കാര്യമൊന്നുമല്ല. എന്താ പ്രോമിസ് ചെയ്യുന്നത്? Crown of life. ജീവകിരീടം തന്നെയാണ് പ്രോമിസ്. സ്തോത്രം. Hallelujah. Praise the Lord. Hallelujah. നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നില്ല. ആമേൻ. കർത്താവിന്റെ പ്രോമിസ്, വാഗ്ദത്തം ജീവകിരീടമാണ്. ആർക്കാ ജീവകിരീടം നൽകുന്നത്? വെറുതെ നടക്കുന്നവർക്കല്ല, ക്രിസ്ത്യാനി എന്ന് പറയുന്നവനല്ല, വിശ്വാസി എന്ന് പറയുന്നവനല്ല. മരണത്തിലും വിശ്വസ്തനായി ജീവിതത്തെ വെറുത്ത് മരിക്കാൻ തയ്യാറാകുന്നവനാ ജീവകിരീടം പ്രോമിസ്. Amen. Hallelujah. ആമേൻ. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Polycarp എന്ന ചർച്ച് ഫാദർ, and he was fought for his faith and his ministry by Roman emperors. An old man who was 86 years of age was caught and he was asked to deny his faith. Emperor looked at his faith and told, Polycarp, I respect you, you are much older to me, I respect you. Why don't you say just one word that I am wrong, I don't want Christ. That is enough, and rest of your life you shall stay with me in the palace. And you know what was the answer of Polycarp? He told, Your Majesty, thank you for all your offer. Thank you very much. Last 86 years, my master was faithful to me. Amen. How can I deny him even now? Amen. 86 വയസ്സുള്ള പോളികാർപ്പിനെ ഒരു പോസ്റ്റിനോട് ചേർത്ത് കൈകെട്ടി കസേരയിലിരുത്തി, ഇരുമ്പ് ചേറിലിരുത്തി, ചുറ്റും വിറക് കൂട്ടി, വിറകിൽ എണ്ണയൊഴിച്ച് തീ കൊളുത്താനായിട്ട് തീപ്പന്തവും പിടിച്ചുകൊണ്ട് പടയാളി നിൽക്കുമ്പോൾ അവസാനമായിട്ട് ചക്രവർത്തി ചോദിച്ചു, പോളികാർപ്പേ, എനിക്ക് നിന്നോട് ദയയുണ്ട്, നിനക്ക് ഇനി അവസരമുണ്ട്, ഒറ്റ വാക്ക് എൻ്റെ വിശ്വാസം തെറ്റാണെന്ന് പറഞ്ഞാൽ മതി, ബാക്കിയുള്ള കാലം മുഴുവൻ എന്നോടുകൂടെ നിനക്ക് കൊട്ടാരത്തിൽ വസിക്കാം എന്ന് പറഞ്ഞപ്പോൾ പോളികാർപ്പ് പറഞ്ഞ മറുപടി, തിരുമനസ്സേ, അങ്ങയുടെ ആ നല്ല ഓഫറിനെല്ലാം വളരെ നന്ദി. കഴിഞ്ഞ 86 വർഷമായി ഞാൻ ഈ നല്ല കർത്താവിനെ സേവിക്കുക. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഒരു ദോഷവും അവൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പോഴെങ്ങനെയാണ് തള്ളി? Amen. Hallelujah. Amen. Hallelujah. And it is not that he was burned. He was burned alive. ജീവനോടെ ദഹിപ്പിക്കപ്പെട്ടു അടുത്ത ചില നിമിഷങ്ങളിൽ. ആ അഗ്നി തന്നെ വിഴുങ്ങുമ്പോൾ, ചരിത്രം അഗ്നി തന്നെ വിഴുങ്ങുമ്പോൾ, ആ തീക്കകത്ത് ഇരുന്നു കൊണ്ട് പോളികാർപ്പ് ശരീരം മുഴുവൻ വെന്ത് മാംസകഷണം വെന്തുരുകുമ്പോൾ പോളികാർപ്പ് മുഴുവൻ സമയവും ഉയരത്തിലേക്ക് തല ഉയർത്തി സ്തോത്രവും, അരുമനാഥ, ഗുരു, മാസ്റ്റർ, I am coming, receive me, ഞാൻ വരികയാ, എന്നെ സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തീ കാത്തിരിക്കുകയാണ്. ഇതാണ് പീഡാനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഭക്തന്റെ അനുഭവം. വെറുതെ പീഡ എന്ന് നമുക്ക് പറയാൻ കഴിയും. It's easy for us to say imprisonment and tribulation and suffering, but when you face the severe situation of it,
how we shall respond to it, that is the question. Praise the Lord. Hallelujah. ആമേൻ. Yes. നമുക്കാർക്കും നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊന്നും സ്വപ്നം കാണാൻ കഴിയുന്ന കാര്യമില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുകയും ഞാൻ പരസ്യമായിട്ട് മടി കൂടാതെ പറയുകയും ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതിന് ഇന്ന് രാത്രിയും പറയാം. ഇനി ഈ വിധത്തിൽ മുന്നോട്ട് പോയാൽ, കർത്താവിന്റെ വരവ് കുറച്ചും കൂടെ നീണ്ടുപോയാൽ, സ്തോത്രം, നമ്മുടെയൊക്കെ കൺമുൻപിൽ പീഡയെ നാം കാണാൻ പോവുകയാണ്. Amen, Jesus. സംഭവിക്കും, സംശയമൊന്നുമില്ല. ഒരു പക്ഷെങ്കിൽ കാലം കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരുന്ന കാലത്താകാം, സ്തോത്രം, ഒരു ജീവനോടെ ഇപ്പം നമ്മൾ കാണാൻ ഇല്ലാതെ വന്നെന്നും വരാം. എന്നാൽ അധികം താമസിക്കുകയില്ല. ഭാരതത്തെ ആരാധന നടക്കുന്നിടത്ത് നേരെ കയറി വന്നിട്ട് യേശുവിന് വേണോ ജീവൻ വേണോ എന്ന് ചോദിക്കുന്ന കാലം ഒത്തിരി വിദൂരമൊന്നുമല്ല. അത് ഇന്നും ചിന്തിച്ച് നാളത്തെ ആരാധനയിൽ ഇവിടെ അത് സംഭവിക്കുകയാണെങ്കിൽ, ഇന്ന് രാത്രി ചിന്തിച്ചു നാളത്തെ ആരാധന ഇവിടെ അത് സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ എന്ത് മറുപടി പറയുമെന്ന് ഇപ്പൊ തീരുമാനം. You need to be prepared for that. അതിനാ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്, അതിനാ വിശ്വാസി എന്ന് പറയുന്നത്, അതിനാ ആത്മീയം എന്ന് പറയുന്നത്, അതിനാ ക്രിസ്തുവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. Hallelujah. Amen. Amen. So none of us are away from it. We need to be ready to face it at any time. At any time. Amen. Hallelujah. You know, I cannot even imagine certain things that the people of God went through in regard with the persecution. പീഡകളിലുള്ള ബന്ധത്തില് ദൈവജനം അനുഭവിച്ച കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ലിസ്റ്റായിട്ട് കുറച്ച് പറഞ്ഞായിരുന്നു. വന്നവർക്ക് ഓർമ്മയുണ്ട് പീഡയുടെ കാര്യം പറഞ്ഞത്. റോമ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പീഡകളുടെ ഒരു ചെറിയ ലിസ്റ്റ്. സ്വന്തം മക്കളെ കൊച്ചു മക്കളെ ഇനയ്ക്കാൻ സരിയുടെ മടിയിൽ സാറ കിടക്കുകയാണ്. ഇത് ഇമാജിനേഷനാണ്. നമ്മള് ഇതൊക്കെ സത്യം നമ്മുടെ ഒന്നും കാലത്ത് അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, മുൻകാലത്ത് ക്രിസ്ത്യാനിത്വത്തിന് വേണ്ടി അപ്പനമ്മമാർ അനുഭവിക്കേണ്ടി വന്നത് ഇതൊക്കെ. ഇതുപോലെ മാറോട് ചാരിയൊക്കെ കിടക്കുന്ന കുഞ്ഞുങ്ങളെ വന്ന് പിടിച്ചു പറിച്ചെടുത്തിട്ട് ആ കൊച്ചിന്റെ കഴുത്തിന് വാള് വെച്ചിട്ട് ചോദിക്കുന്നത് യേശുവിനെ വേണോ അതേ കൊച്ചിനെ ജീവനെ വേണോ? അവരിൽ 99% ആളുകളും സ്വന്തം കുഞ്ഞിനെ വയറ്റിൽ വാൾ കയറ്റി കുത്തിക്കൊല്ലുന്ന കാഴ്ച കണ്ടിട്ട് എനിക്ക് യേശുവിനെ മതി എന്ന് പറഞ്ഞ് ജീവൻ കളഞ്ഞു. അതാണ് നമുക്കൊക്കെ ഐക്യപ്പെട്ടിരുന്ന. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ കർത്താവേ, നാളെ അങ്ങനെ ഒരു അനുഭവം വന്നാൽ പിന്മാറാൻ ഇടവരരുതേ. സ്തോത്രം. അപ്പൊ അതുപോലെ വില കൊടുത്തവരാണ് ക്രൈസ്തവ ചരിത്രത്തിലുള്ളവരെന്ന് നമ്മൾ മറന്നു. They paid a price. They paid a price for it. And that is why we are called children of God even today. Amen. Because there was a group who paid a price. ജീവൻ കൊടുത്ത വില കൊടുത്ത ഒരു വലിയ സമൂഹം. ആ സമൂഹത്തെ നോക്കിക്കൊണ്ട് എബ്രായ ലേഖനകർത്താവ് പറഞ്ഞാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം. ആമേൻ. So the promise is given. The promise is given that you shall receive The crown of life. the crown of life. Crown of life. Now, about a crown. Now there are minimum, generally 5 crowns are told in the New Testament. Okay? 5 കിരീടങ്ങളെ കുറിച്ച് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 5 കിരീടം. ഓർഡർ അനുസരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞ 5 കിരീടങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് ജീവകിരീടം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ജീവകിരീടം. 2 വാടാത്ത കിരീടം. ഓക്കെ. ഇനി ജീവകിരീടം, തേജസ്സിന്റെ വാടാത്ത കിരീടം, പ്രശംസാ കിരീടം. ഓക്കെ. പിന്നെ നീതിയുടെ കിരീടം. ഇനി ഒന്നും കൂടെ പറയട്ടെ. തേജസ്സിന്റെ കിരീടം, തേജസ്സിന്റെ കിരീടമല്ലേ തേജസ്സിന്റെ വാടാത്ത കിരീടം എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഓർഡറിൽ പറയാം. ഇപ്പൊ നമുക്കത് മനസ്സിലാകും. ഒന്നാമത്തേത് the crown of life. Crown of life. Okay. You read about it in James chapter 1 verse 12 also. Crown of life. ജീവകിരീടത്തെ കുറിച്ച്
യാക്കോബിന്റെ ലേഖനം 1:12 നമ്മൾ വായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കിരീടമാണ് ദ ക്രൗൺ ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ കിരീടം. ഓക്കെ, നീതിയുടെ കിരീടം. 2 തിമോത്തി chapter 4 verse 8, 2 തിമോത്തിയോസ് 4:8 വാക്യത്തില് ക്രൗൺ ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ കിരീടത്തെ കുറിച്ച് പറയുന്നു. ഓക്കെ, നീതിയുടെ കിരീടം എന്ന് പറയുന്നത് ലൈക്ക് ക്രിസ്തീയ ജീവിതത്തില് ഓട്ടം, വിശ്വാസത്തിന്റെ ഓട്ടം, ഓട്ടം തികയ്ക്കുന്നവർക്ക് ഉള്ള കിരീടമാണ് എന്ത്? നീതിയുടെ കിരീടം. പൗലോസ് ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി. അപ്പൊ നീതിയുടെ കിരീടം ആർക്കുള്ളതാണ്? നല്ല പോർ പൊരുത്, ഓട്ടം തികച്ച് വിശ്വാസത്തെ കാക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് നീതിയുടെ കിരീടം. അതെ, അപ്പൊ 2 കിരീടത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ കിരീടം 1 Thessalonians 2:19 and Philippians 4:1. 1 Thessalonians 2:19 ഫിലിപ്പിയർ 4:1 മൂന്നാമത്തെ കിരീടത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ ക്രൗൺ ഓഫ് റിജോയ്സിംഗ് എന്നോ ക്രൗൺ ഓഫ് ബോസ്റ്റിംഗ് എന്നോ പറയാം. പ്രശംസാ കിരീടം എന്നാണ് അതിന് ജനറൽ ആയിട്ട് പറയുന്നത്. പ്രശംസാ കിരീടം, അതാണ് മൂന്നാമത്തെ കിരീടം. ഓക്കെ, നാലാമത്തെ കിരീടം, പ്രശംസാ കിരീടം എന്ന് പറയുന്നത് ആർക്കാണെന്നറിയാവോ? ആത്മാക്കളെ നേടുന്നവരെ സംബന്ധിച്ച് 1 Thessalonians 2:19 അതുപോലെ ഫിലിപ്പിയർ 4:1 കൂടെ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കും. ആത്മാക്കളെ നേടുന്നവർക്ക് ലഭിക്കുന്ന കിരീടമാണ് എന്ത് കിരീടം? The crown of boasting, the crown of boasting. Okay, because you are, what are you doing? You are winning souls for Christ. You are winning souls for Christ. So that is something, that's the greatest ministry that the Lord is appreciating. ആത്മാക്കളെ നേടുന്ന ശുശ്രൂഷ സ്വർഗം ഏറ്റവും അംഗീകരിക്കുന്ന ഒരു ശുശ്രൂഷ. അപ്പൊ ആത്മാക്കളെ നേടുന്നവർക്ക് വേണ്ടി ഉള്ള കിരീടമാണ് എന്ത് കിരീടം? പ്രശംസാ കിരീടം, ക്രൗൺ ഓഫ് ബോസ്റ്റിംഗ്. ഓക്കെ, ഇനി അപ്പൊ എത്ര എണ്ണം പറഞ്ഞു? 3 പറഞ്ഞു. 3 പറഞ്ഞു. നാലാമത്തെ കിരീടം തേജസ്സിന്റെ വാടാത്ത കിരീടമാണ്. 4 പറഞ്ഞില്ലേ? 4 പറഞ്ഞില്ലേ ഓൾറെഡി? നോ, ഐ ആം സോറി. ഒന്നുകൂടെ പറയാം. 1 ജീവകിരീടം, 2 crown of righteousness, നീതിയുടെ കിരീടം, 3 crown of boasting. 3 വാടാത്ത കിരീടം കേട്ടോ. ഓക്കെ, അത് സാരമില്ല, നിങ്ങൾ തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. ക്രൗൺ ഓഫ് ബോസ്റ്റിംഗ് ആയിട്ട് അടുത്തത് എഴുതിക്കോ, 4 എഴുതിക്കോ. വാടാത്ത കിരീടം. ഓക്കെ, വാടാത്ത കിരീടം, അൺഫെയ്ഡിങ്. ഓക്കെ, ഓർ ഇൻകറപ്റ്റബിൾ ക്രൗൺ. Unfading crown or incorruptible crown. Incorruptible. വാടാത്ത കിരീടം. വാടാത്ത കിരീടം എന്ന് പറയുമ്പോൾ ഇതല്ലേ? അൺഫെയ്ഡിങ്. ഓക്കെ, അൺഫെയ്ഡിങ് ക്രൗൺ. ഓക്കെ, വാടാത്ത കിരീടം. അത് നമ്മൾ ആർക്കാന്നറിയാവോ? 1 Corinthians 9:25 പറയുന്നു. ആർക്കാ? ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകര്, ബിരുദ് പ്രാപിക്കുന്നവൻ ഒരുവൻ മാത്രം. അതുകൊണ്ട് നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുന്നവനൊക്കെ സകലത്തിലും വർജനമാതിരിക്കുന്നു. അതോ അവർ ആര്? അംഗം ഓട്ടക്കളത്തിൽ ഓടുന്നവർ. അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും. Paul was telling that in a Roman context, Roman കോണ്ടെക്സ്റ്റിൽ അവിടെ വലിയ ഭയങ്കര അത്ലറ്റിക് പ്രോഗ്രാംസ് ഒക്കെ എപ്പോഴും നടക്കും. പൗലോസിന്റെ കാലത്തൊക്കെ അതുണ്ടായിരുന്നു. ഒളിമ്പിക്സും ഒക്കെ അത് ആരംഭിച്ചത് അവിടെ നിന്നാണ്. അപ്പൊ അവിടെ വലിയ കൊളോസിയം, വലിയ ഗ്രൗണ്ട്, വലിയ അരീന, അവിടെ ഓട്ടം, ചാട്ടം, മത്സരം, ഗുസ്തി ഇതെല്ലാം ഉണ്ടായിരുന്നു. അത് ഓരോന്ന് കണ്ടിട്ട് അതിനെ ബേസ് ചെയ്ത പൗലോസ് ലേഖനങ്ങളില് അംഗം പൊരുതുന്നവൻ എന്ന് പറയുന്നത് പൊരുതുന്ന കാഴ്ച കണ്ടിട്ട് അതിനെ സംബന്ധിച്ച എഴുതുന്നത്. അപ്പം ഓട്ടക്കളത്തിൽ ഓടുന്നവർ, അപ്പൊ ഓടുന്നത്, അപ്പൊ ഇതെല്ലാം കണ്ട് ഇവര് പൊരുതിയാലും ഓടിയാലും ഓടിക്കഴിഞ്ഞ് ഇവര് ജയിച്ച് ജയാളികളായി വന്നു കഴിയുമ്പോ ഇവർക്ക് കിട്ടുന്നത് എന്നാണെന്നറിയാമോ? Either the emperor or his representative, ചക്രവർത്തിയോ ചക്രവർത്തിയുടെ പ്രതിനിധിയോ എന്ത് ചെയ്യുന്നറിയാവോ?
ഒരു ഇല കൊണ്ട്, അതായത് റോമൽ അവരുടെ അവിടെ പ്രത്യേക വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിന്റെ ഇല പറിച്ചിട്ട് ആ ഇല കൊണ്ട് ഒരു ക്രൗൺ ഉണ്ടാക്കും. ആ ക്രൗൺ ഉണ്ടാക്കിയിട്ട് ചക്രവർത്തിയുടെ പ്രതിനിധി വന്ന് ഈ ജയാളിയായവനെ വിളിച്ചു കൊണ്ടുവന്ന് ചില സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ ഇല കൊണ്ടുണ്ടാക്കിയ കിരീടം എന്ത് ചെയ്യും? തലയിലേക്ക് വെച്ചു കൊടുക്കും. അത് ചക്രവർത്തിയുടെ പ്രതിനിധി വെക്കുക എന്ന് പറയുമ്പോൾ വലിയ ചക്രവർത്തി വെക്കാൻ വലിയ ആദരവാണ് ഇത്രയും ജനത്തിന് മുൻപിൽ. അപ്പൊ അത് കണ്ടിട്ട് പൗലോസ് പറയാണ്, അവരോ വാടുന്ന കിരീടം ഇത് തലയിൽ വെച്ചാല് ഇത്ര സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് വാടിപ്പോകും. എന്നിട്ട് പറയാണ്, അവരോ വാടുന്ന, ഈ ഓട്ടമെല്ലാം ഓടി ഈ അംഗമെല്ലാം പൊരുതി ഈ ഗുസ്തിയെല്ലാം നടത്തിയിട്ട് അവർക്ക് കിട്ടുന്നത് വാടുന്ന കിരീടമാണ്. നാമോ അൺഫെയ്ഡിങ് ക്രൗൺ, വാടാത്ത കിരീടം. സോ ഓട്ടം ഓടി ക്രിസ്തീയ പോർക്കളത്തില് ഓട്ടം ഓടി തയ്ക്കുന്നവർക്ക് വർജിക്കേണ്ടത് വർജിച്ച്, ത്യജിക്കേണ്ടത് ഡിനൈ ചെയ്യേണ്ടത് ഡിനൈ ചെയ്ത്, ത്യജിക്കേണ്ടതിനെ ത്യജിച്ച് ഓട്ടം ഓടി ജയിക്കുന്നവർക്കാണ് എന്ത് ലഭിക്കുന്നത്? അൺഫെയ്ഡിങ് ക്രൗൺ, വാടാത്ത കിരീടം ലഭിക്കുന്നത്. ഓക്കെ, 4 കിരീടങ്ങൾ. ആൻഡ് ഫൈനൽ വൺ, അഞ്ചാമത്തേത് തേജസ്സിന്റെ വാടാത്ത കിരീടം, തേജസ്സിന്റെ കിരീടം, ക്രൗൺ ഓഫ് ഗ്ലോറി. 1 Peter chapter 5 verse 4, 1 പത്രോസ് 5:4 പറയുന്നു, അത് വാടാത്ത തേജസ്സിന്റെ വാടാത്ത കിരീടം എന്ന് അവിടെ പറയുന്നത്. എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാവുമ്പോൾ അവൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് തേജസ്സിന്റെ വാടാത്ത കിരീടം തരും. ആർക്ക് തരും? ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ തേജസ്സിന്റെ വാടാത്ത കിരീടം എല്ലാവർക്കും കിട്ടുമോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയും കിട്ടത്തില്ല. അത് ആർക്കാ കിട്ടുന്നതെന്ന് അറിയാം? 1 പത്രോസ് 5:1 വായിച്ചേ. 1 Peter. അപ്പൊ തേജസ്സിന്റെ വാടാത്ത കിരീടം ആർക്കാണ് വെച്ചിരിക്കുന്നത്? That is absolutely for pastors. സഭകളെ ദൈവമേൽപ്പിച്ച ആട്ടിൻകൂട്ടത്തെ മാതൃകയോടെ പരിപാലിച്ച് കർത്തൃത്വം നടത്തുന്ന ഇടയ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വെച്ചിരിക്കുന്നതാണ് എന്ത്? തേജസ്സിന്റെ വാടാത്ത. All other crowns you can have. And for this, if you want to get it, come, step out to ministry and become a pastor. You are going to get it. Okay? Alright. അപ്പൊ ഇതാണ് 5 കിരീടം. നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. 5 crowns. Say that again. Crown of life. Number 1, crown of life. Crown of righteousness. Okay. Number 2, crown of righteousness. Crown of righteousness. നീതിയുടെ കിരീടം. Number 3, crown of boasting. പ്രശംസ കിരീടം. Number 4, crown of unfading. അതായത് വാടാത്ത കിരീടം, unfading crown, വാടാത്ത. Number 5, crown of glory, തേജസ്സിന്റെ വാടാത്ത. So these are the general 5 crowns that the New Testament teaches. Now to the church at Smyrna, the promise was that you shall receive the crown of life. Okay, so that is about the church at Smyrna. And then അവിടെ ഒടുവിൽ പറയുന്ന ഭാഗങ്ങൾ വായിച്ച് നമുക്ക് അടുത്ത ചർച്ചിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാം. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. He who overcomes will not be hurt by the second death. Okay. രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. എന്താണ് ഈ രണ്ടാം മരണം? What is the second death? Okay, read Revelation chapter 20. വെളിപ്പാട് 20:14 വാക്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന്. Revelation 20:40.
അപ്പൊ ഈ രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് എന്താണ്? ഈ മരണത്തെയും പാതാളത്തെയും തള്ളിയിടുന്ന തീപ്പൊയ്ക. ആ തീപ്പൊയ്കയാണ് എന്ത്? സെക്കൻഡ്, രണ്ടാമത്തെ. ഒരു വാക്യം കൂടെ വായിച്ചു. 21 verse 8, Revelation 21 21-ന്റെ 8-ാമത്തെ വാക്യം. ഇത് രണ്ടാമത്തെ മരണം. ഇത് രണ്ടാമത്തെ. അപ്പൊ സെക്കൻഡ് എന്ന് പറയുന്നത് that's actually meant for the things that will happen after the rapture of the church, and that is why it is told ജയിക്കുന്ന രണ്ടാം മരണത്താൽ ദോഷം. അപ്പൊ എന്ന് പറഞ്ഞാൽ തീപ്പൊയ്കയില് if you are a true believer, if you are serving Christ faithfully, you shall be blessed with all this blessing. You shall not be cast into the lake of fire. അത്രയുള്ള അതിന്റെ ആശയം. അതിനകത്ത് വേറെ വലിയ കാര്യം ചിന്തിക്കാനല്ല. തീപ്പൊയ്കയിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? തള്ളുകയല്ല. തീപ്പൊയ്കയിൽ പോകാൻ ഇട വരരുതെന്ന് അത്ര ഓർക്കണം. ഓക്കെ, അങ്ങോട്ട് പോകാൻ ഇട വരരുത്. തീപ്പൊയ്കയിൽ തള്ളിയിടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ആകരുത്. മറിച്ച് അതിനു മുമ്പ് പോകേണ്ടിടത്ത് പോകണം. ഇപ്പൊ രണ്ടാം മരണത്താൽ ജയിക്കുന്നവൻ എന്ത് ചെയ്യത്തില്ല? ദോഷം വരത്തില്ല. സോ all the 7 churches, one thing is a warning, and what is that? To him that overcomes. To him that overcomes. ആർക്കാ ഇതൊക്കെ ലഭിക്കുന്നത്? ജയിക്കുന്നവർ. 7 സഭകളോട് പറയുന്ന പ്രതിഫല വിഭജനത്തിന്റെ കാര്യം പറയുന്നിടത്തെല്ലാം പറയുന്നത് ജയിക്കുന്നവന്. So you and I, we are called to be overcomers. ജയാളികളായി തീരാനാണ് നമ്മെ വിളിച്ചത്. ജയാളികളായി തീരാനാണ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ആമേൻ. പരാജയപ്പെടാനല്ല, സ്തോത്ര, തോറ്റു തുന്നപ്പാടാനല്ല, പിശാചിന് മുൻപിൽ അടിയറവാനല്ല, പ്രതിസന്ധികളുടെ മുൻപിൽ ഇട്ടിട്ട് പോകാനല്ല, ജയിച്ച് ജയാളികളാകാനാണ് നമ്മെ ആക്കി. And that's why Jesus said, we're not, for I have overcome the world. Amen. You have troubles in the world, don't worry, I have overcome the world. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ. എന്തുകൊണ്ട് ധൈര്യപ്പെടണം? ഞാൻ ലോകത്തെ തോറ്റു തുന്നം പാടിയ ഒരു കർത്താവിനെ അല്ല ഞാൻ സേവിക്കുന്നത്. എന്റെ യേശു ജയിച്ചവനാണ്. അതുകൊണ്ട് എനിക്കും ജയിക്കാനുള്ള കർത്താവ് ജയിച്ചതുകൊണ്ട് എനിക്കും ജയിക്കാവുന്നതാണ്. Amen. Praise the Lord. Praise the Lord. Amen. ജയാളികൾ. So that is very important for us to understand when we study all these churches and their histories, all the rewards that they are receiving, everything. First thought that has to come into our mind is that I need to be an overcomer. Unless I am an overcomer, I am going to lose everything. ഞാൻ ഒരു ജയാളിയായി മാറുന്നില്ലെങ്കിൽ ഇതെല്ലാം എനിക്ക് നഷ്ടമാണ്. ഇതെല്ലാം ലഭിക്കണമെങ്കിൽ, ഇത് യോഗ്യക്കാരായി തീരണമെങ്കിൽ, സ്തോത്രം, ഞാൻ ജയാളിയായി മാറിയേ. ഞാൻ സൂസനോട് വെച്ച് രാവിലെ മുതൽ ഞങ്ങൾ പ്രാർത്ഥന ഇരിക്കുകയായിരുന്നു. വൈകിട്ട് ഭക്ഷണം കഴിക്കത്തുള്ളൂ ശനിയാഴ്ച ദിവസങ്ങളിലാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന ഇരുന്നപ്പം സൂസനൊരു സംശയം എന്ന് പറഞ്ഞാൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ ഒരു സംശയമാണ്. അപ്പോൾ ചോദിച്ചു വന്നപ്പം കുറച്ചു നേരം പറഞ്ഞു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കക്ഷിക്ക് കാര്യമായിട്ട് ഒരു വിശ്വാസമൊന്നും ഇല്ലെന്നൊന്നുമില്ല. അതുമാതിരിയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. വിശ്വാസം ഇല്ലാന്നിട്ടൊന്നുമല്ല കേട്ടോ, അറിയാൻ വേണ്ടി ചോദിച്ചു. എന്നോടല്ല ചോദിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചത് എന്നാ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം. അവ പുള്ളിക്ക് സ്വർഗത്തിന്റെ കാര്യം, നിത്യതയുടെ കാര്യം, അവിടെ ചെന്നാൽ അതിന്റെ വ്യത്യാസം, അത് ഈ ശരീരത്തിന് വരുന്ന മാറ്റം, നമ്മുടെ ഈ ശരീരം സ്വർഗത്തിൽ ചെന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റുമോ, എന്നതാ രൂപാന്തര ശരീരം എന്ന് പറഞ്ഞാൽ അവിടെ തിരിക്കുകയാണോ, വേറെ വല്ലയിടത്തും പോകാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ അങ്ങ് കണക്ട് ചെയ്ത് അവസാനം പ്രാർത്ഥന തന്നെ 2 മണിക്കൂർ ഡിസ്കഷൻ ആയിട്ടൊക്കെ മാറി. ഞാൻ വിചാരിച്ചു കേൾക്കാൻ ഒരു 10 പേരും കൂടെ ഉണ്ടാകുന്നത് നല്ലതായിരുന്നു. ഞങ്ങൾ ഭാര്യയും ഭർത്താവും തന്നെ. നമ്മളെ അറിയേണ്ട ഒരു കാര്യം, ഇതെല്ലാം പ്രാപിക്കണമെങ്കിൽ ഇതൊക്കെ നമുക്ക് വെച്ചേക്കുന്ന കാര്യം. Well, if you believe Bible, if you believe Jesus, then you have to believe the Bible. Amen. If you believe Jesus, you should believe the prophecies. If you believe Jesus, you should believe all the things that is yet to come. Amen. Amen.
ഓക്കെ, യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, കർത്താവ് സത്യമാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, യേശു രക്ഷിതാവാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, സ്വർഗവും നരകവും ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നെങ്കിൽ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? വിശ്വസിക്കും. അത് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്, നമുക്ക് വേണ്ടിയുള്ളതാണ്. കർത്താവിന്റെ മടങ്ങി വരവ്, അതിനോട് ബന്ധപ്പെട്ടുള്ള അടയാളങ്ങള്, ലക്ഷണങ്ങള്, കർത്താവിന്റെ വരവിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങള്, അതൊക്കെയായിട്ട് ഈ ക്ലാസ് വെച്ചിട്ട് തന്നെ ആളുകൾ വരവ് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പം വേറെ ഏത് ക്ലാസ് വെക്കുന്നത്, എവിടെ വെക്കുന്നത്, എപ്പോഴാണ് പഠിപ്പിക്കുന്നത്? ഈ നോട്ട്സ് എല്ലാം എന്തെങ്കിലും ഇങ്ങനെ കിടക്കാം. ഞാൻ ഓരോ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും കുറച്ച് നോട്ടൊക്കെ എടുത്തുകൊണ്ട് വെച്ചേക്കാം. എവിടെ പഠിപ്പിക്കാനാ? ആള് വന്നിട്ട് വേണ്ട പഠിപ്പിക്കാൻ. ഇതൊക്കെ ഒത്തിരി അറിയാനുള്ള കാര്യങ്ങളുണ്ട്, ഒത്തിരി. നമ്മൾ ഈ ഞായറാഴ്ച വന്ന് കുറച്ചൊരു എന്തെങ്കിലും ജനറലായിട്ടൊരു മെസ്സേജ് കേട്ട് പോകാനായിട്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. നമുക്ക് നമ്മളെ കൊണ്ട് അതേ പറ്റുന്നുള്ളൂ. ജനറലി പറയാം. അപ്പം അതിൽ കൂടുതൽ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം നമ്മൾ വാസ്തവത്തിൽ ഇതൊക്കെ അറിയണം. എന്നാ നിത്യത എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിൻ്റെ വരവിന് ശേഷം സംഭവിക്കുന്ന കാര്യം, എനിക്ക് എന്നാ സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ ഒരു ജനറൽ എല്ലാവരുടെയും അഭിപ്രായം, കർത്താവ് വരും, ഞാൻ മരിക്കും, മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കും, അത് കഴിഞ്ഞ് യേശു വരും, യേശു വരുന്നതിന് മുമ്പ് മരിച്ചാൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും, യേശു വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യേശുവിനോട്, അല്ലെങ്കിൽ പിന്നെ അതിൽ മരിച്ചില്ലെങ്കിൽ യേശുവിനോട് കൂടെ ഞാനങ്ങ് രൂപാന്തരപ്പെട്ടു പോകും. ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് അതിനപ്പുറത്ത്. പിന്നെ സ്വർഗത്തിൽ തന്നെ പരിപാടി. ആ സ്വർഗത്തിൽ നിന്ന് കർത്താവിനോട് കൂടെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുക. എത്ര നാളാണ് എത്ര നാളാണ് നെല്ലിരിക്കാൻ പോകുന്നത്? എന്നാ നിത്യത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്ത എന്നാ? നിത്യത, വാട്ട് യു മീൻ ബൈ ഇറ്റേണിറ്റി? നിത്യത എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വിചാരം, നിത്യത എന്ന് പറഞ്ഞാൽ പ്ലസ് എല്ലാവരുടെയും വിചാരം കർത്താവിന്റെ മുന്നിൽ കർത്താവ് ഇങ്ങനെ അവരുടെ പ്രതിമാസങ്ങളായിരിക്കുന്നു, എല്ലാവരും ചുറ്റും ഇരിക്കുന്നു, സ്തോത്രം, പരിശുദ്ധൻ, 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 കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നും അല്ല നിത്യത എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതെല്ലാം നിത്യതയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ നിത്യത അറിയത്തില്ല, ഞാൻ ആ നിത്യതയിൽ പോകാൻ താല്പര്യപ്പെടുന്നില്ല. ഇങ്ങനെ ചുമ്മാ കർത്താവിന് മുന്നിൽ സ്വന്തം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നിത്യതയാണെങ്കിൽ നോ, അതൊന്നും അല്ല നിത്യത എന്ന് പറയുന്നത്. നിത്യത എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ ഒത്തിരി വലുതാണ്. ആമേൻ. എനിക്കും നിങ്ങൾക്കും നഷ്ടമായത് എന്നതാ? എന്താ നഷ്ടമായത്? ആദമിൽ കൂടെ നഷ്ടമായത് എന്താ? ഏദൻ പരദീസയാണ് നഷ്ടമായത്. all that you lost, God is going to give it back. Amen. Okay? അപ്പോൾ നമ്മളെ ദൈവം എവിടോട്ട് ആക്കാൻ, നിത്യത എന്ന് പറഞ്ഞാൽ എവിടോട്ട് ആക്കാൻ പോകുന്നത്? നഷ്ടപ്പെട്ട ഏദൻ പരദീസയുടെ അനുഭവത്തിലോട്ടാണ് നമ്മളെ ആക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. അവിടെ നമുക്ക് വേറെ ചിന്തയും കാര്യമൊന്നുമില്ല. മാനുഷിക സൂസൻ തന്നോട് ചോദിച്ചു, ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ കണ്ടാൽ അറിയാമോ? ഞാൻ പറഞ്ഞറിയാം, അറിയാം. സജിക്കറിയാം കെസിയാന്റെ ഭാര്യയായിരുന്നു അറിയാം, കെസിയറിയാം സജിയുടെ ഭർത്താവായിരുന്നു അറിയാം, എനിക്കറിയാം സൂസന്റെ ഭാര്യയായിരുന്നു അറിയാം. പക്ഷെങ്കിൽ ഈ ഭൂമിയിൽ എനിക്ക് എൻ്റെ ഭാര്യയോട് തോന്നുന്ന, ഭാര്യയ്ക്ക് എന്നോട് തോന്നുന്ന സ്നേഹമോ ഇഷ്ടമോ ഇച്ഛയോ താല്പര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. കാരണം എൻ്റെ ഈ ശരീരം എന്തായി മാറുകയാണ്? ദൂത തുല്യമായ ശരീരമായി മാറുക. ദൂതന്മാരെ പോലെ അവിടെ നമ്മളെല്ലാവരും. അവിടെ സ്ത്രീയെന്നും പുരുഷനെന്നും വ്യത്യാസമില്ല. അവിടെ ഇങ്ങനെ തല ഷോളിട്ട് മുടി നീട്ടി വളർത്തിയൊന്നും അല്ല സഹോദരിമാർ ഇരിക്കാൻ പോകുന്നത്. അവിടെ സ്ത്രീയെന്നും പുരുഷനും ഒന്നും വ്യത്യാസമില്ല. ദൂതന്മാരുടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. അപ്പൊ ദൂതനെ പോലെ ശരീരമാകുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ നമ്മുടെ എല്ലാവരുടെയും ബോഡി ഒരുപോലെ ആയിരിക്കും. ഇപ്പോൾ ഈ ഭൂമിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉള്ള ഒരു ശരീരമാണ് നമുക്കുള്ളത്. ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ പാപം മുഴുവൻ എവിടെ കിടക്കുന്നത്? രക്തത്തിനകത്താ പാപം കിടക്കുന്നത്. അപ്പൊ ഈ രക്തം ശരീരത്തിൽ, ഈ രക്തത്തിന്റെ സർക്കുലേഷനിലൂടെയാണ്, ഈ രക്തത്തിൽ നിന്നാണ് പാപത്തിന്റെ സകല സ്വഭാവങ്ങളും നമ്മില് വെളിപ്പെടുന്നത്. ഇച്ഛ, ഇംഗിതം, വികാരം, ആഗ്രഹങ്ങൾ, ആവേശങ്ങൾ, താല്പര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, സെക്ഷൽ പാഷൻസ്, ഇതെല്ലാം ഈ ശരീരത്തിലുള്ള രക്തത്തിൽ നിന്നാണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ രക്തരഹിതമായ, രക്തമില്ലാത്ത ഒരു ശരീരത്തിന്റെ ഉടമകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? മാറാൻ പോകുന്നത്. ഓക്കെ, ഈ ട്രാൻസ്ഫോംഡ് ബോഡി, രൂപാന്തരപ്പെട്ട ശരീരത്തിന് എന്തില്ല? രക്തമില്ല. മാത്രമല്ല അത് ഈ ശരീരമല്ല, അത് സ്ഥൂലിച്ച, കനം കുറഞ്ഞ, വായുവിലൂടെ ഒഴുകി നടക്കുന്നത് പോലെ സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ശരീര സംവിധാനമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. വാതിൽ അടച്ചിട്ടിരിക്കുമ്പോൾ, അന്നിങ്ങനെ വാതിൽ തുറക്കൊന്നും വേണം, വാതിൽ അടച്ചിട്ടിരിക്കുമ്പോൾ അകത്ത് കയറാനും പുറത്തു പോകാനും കഴിയുന്ന ഒരു ശരീരമാണ് ലഭിക്കാൻ പോകുന്നത്. തെളിവ്, യേശു ഉയർത്തെഴുന്നേറ്റു.
ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവർ വാതിലടച്ച്, യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് അകത്തിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ വന്നു, നിങ്ങൾക്ക് സമാധാനമില്ല. അപ്പൊ ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ ശരീരം പോലെ നമ്മുടെ ശരീരം ആകുമെങ്കിൽ, കാരണം കർത്താവ് അങ്ങനെയാ പറയുന്നത്, പൗലോസ് അങ്ങനെയാ പറയുന്നത്, അവന്റെ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ അവൻ തന്റെ ശരീരത്തെ പോലെ അതിനോട് അനുരൂപമായിട്ട് രൂപാന്തരപ്പെടുത്തും. അപ്പൊ അവന്റെ ശരീരം പോലെ നമ്മുടെ ശരീരമാകുമെങ്കിൽ നമുക്കും കർത്താവ് സഞ്ചരിച്ചതുപോലെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ശരീരത്തിന്റെ ഉടമകളായിട്ടാണ് നമ്മൾ മാറാൻ പോകുന്നത്. ആമേൻ. ഇന്ന് അമേരിക്കയിലോ ജപ്പാനിലോ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും രാജ്യങ്ങളിലൊന്നും പോകാൻ കഴിഞ്ഞില്ലെങ്കിലും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്നും പേടിക്കണ്ട. അവിടെ ചെന്ന് കഴിയുമ്പോൾ എവിടെ വേണേലും പോകാം, എവിടെ വേണേലും പോകാം. നിങ്ങൾ പോകുമൊന്നും വേണ്ട. അന്നത്തെ ശരീരത്തിന്റെ പ്രത്യേകത അനുസരിച്ച് നിങ്ങൾ ഇരിക്കുന്നില്ല, നിങ്ങൾക്ക് മറുലോകത്തിൽ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാനുണ്ട്. So that kind of body structure we are. നമ്മളിന്ന് ഒരു ചെറിയ തമാശയായിട്ട് ആ സ്വർഗത്തിൽ പോകും, ആ കഴിഞ്ഞു, ഞാനിവിടെ ജീവിച്ചു, മരിച്ചു, ആ സ്വർഗത്തിൽ പോയി. ഇന്ത്യ മരിച്ചവരൊക്കെ ആ സ്വർഗത്തിൽ പോയി. നിങ്ങളുടെ അപ്പൻ എന്ത് ചെയ്യും? അപ്പൻ തന്നെ സ്വർഗത്തിൽ പോയി. ഇത്രയൊക്കെ നമുക്ക് ഇതിനെ കുറിച്ച് അറിവുള്ളൂ. ഇതിനപ്പുറത്ത് എന്നതാ നിത്യത എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ്. ഇനി കർത്താവിന്റെ സൃഷ്ടിയിൽപ്പെട്ട ഇന്ന് ലോക ശാസ്ത്രം, സയന്റിസ്റ്റ് കണ്ടുപിടിക്കാത്ത കോടാനുകോടി ഗോളങ്ങൾ, ഗാലക്സീസ് കിടക്കുക. ഗാലക്സീസ് ഒന്നും രണ്ടും അല്ല, 1000 10,000 അല്ല, എത്രയാ? കോടാനുകോടി ഗാലക്സീസ്. ഇതില് കുറെ എണ്ണത്തെ മാത്രമേ സയന്റിസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, കണ്ടുപിടിച്ചു. ഇപ്പോഴും അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, പുതിയതിനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അവർ ഇത്രയും നാള് തലയെക്കുത്തി മറിഞ്ഞ് കണ്ടുപിടിച്ചിട്ടും ആകെ 4 5 ഗോളത്തിൽ മനുഷ്യന് പാർക്കാൻ പറ്റുമെന്നൊക്കെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുക. മൂണിലോട്ട്, ചന്ദ്രനിലോട്ട് ആളുകളെ കൊണ്ട് അവിടെ ഹോട്ടൽ പണിയാം, അവിടെ ആളുകളെ കൊണ്ടുപോകാം. ചൊവ്വായിലോട്ട്, ചൊവ്വായിക്കാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, മാർസിലോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ ഉള്ള പരിപാടിയൊക്കെ അവരിങ്ങനെ കണ്ടുപിടിച്ച് അതിനുവേണ്ടി അപ്പോൾ അതിന്റെ ചെലവൊക്കെ പറയുന്നത് കേട്ടോ. ഒരാൾക്ക് ചൊവ്വായി പോയി താമസിക്കണമെങ്കിലുള്ള അതിന്റെ ചെലവൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടോ, $20 million. സ്പേസിലാണ് പരിപാടികളൊക്കെ. അപ്പൊ അതിനുള്ള വസ്ത്ര സംവിധാനമൊക്കെ നമുക്ക് വേണം. അതിനൊക്കെയായി പൈസ ചെലവാകുന്നുണ്ട്. അവിടെ പോയാൽ എത്ര നാൾ ഈ $20 million കൊണ്ട് താമസിക്കാൻ പറ്റും? എന്നാൽ നിങ്ങൾ കേട്ടോ, സ്തോത്രം, എന്റെ കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നതറിയോ? ഇതെല്ലാം കഴിഞ്ഞ് സകലത്തിലൊരു ശുദ്ധീകരണം നടത്തി എല്ലാം കഴിയുമ്പോൾ ഈ വാനം കോളം ഇതെല്ലാം അവന്റെ കൺട്രോളിൽ കിടക്കുന്ന, ഇതെല്ലാം അവന്റെ കൺട്രോളിൽ കിടക്കുന്ന, ഇത് മുഴുവൻ താമസയോഗ്യമാക്കി എന്ന് തമ്പുരാൻ മാറ്റും. മാറ്റിയിട്ട് വിശ്വസ്തരായി കർത്താവിനെ സേവിച്ച ദൈവത്തിന്റെ പൈതലെ നിന്നെ അവിടെ കൊണ്ട് താമസിപ്പിക്കാണ് തമ്പുരാന്റെ പദ്ധതി. വിശ്വസിച്ചു, അത് ദൈവത്തിന്റെ പദ്ധതി. അല്ലെ പിന്നെ നീ കർത്താവിനെ എത്രയും കഷ്ടപ്പെട്ട് സേവിച്ച് പട്ടിണി പൈതാവും ദുഃഖവും നിന്ന് നെടുവീർപ്പും മറ്റുള്ളവരുടെ ചീത്തയും പഴിയും ദുഷിയും കേട്ട് ദൈവത്തെ സേവിച്ചത് എന്തിനാ? അതിന്റെ പ്രതിഫലമായിട്ട് ദൈവം തരാൻ പോകുന്നത് ഈ cannot even imagine with your human understanding. മാനുഷിക ബുദ്ധി കൊണ്ട് ചിന്തിപ്പാൻ കഴിയാത്ത നിലയിലുള്ള പ്രതിഫലമാണ് നമുക്ക് തരാൻ പോകുന്നത്. Yes, thank you Lord. Thank you Jesus. So all that man lost, he's going to give it back. മനുഷ്യന് നഷ്ടപ്പെട്ടതിന് മുഴുവൻ എന്ത് ചെയ്യാൻ പോകാം? നിത്യത, ഇറ്റേണിറ്റി, നിത്യത എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിന്റെ ആളുകൾ അതിന്റെ കണക്കും കാര്യമൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് അങ്ങനെ കണക്കൊന്നും പറയാനോ, ഞാൻ അങ്ങനത്തെ കണക്കിലോട്ട് വിശ്വസിക്കുന്നുമില്ല. നിത്യതയുടെ കാര്യവും പിന്നെ പുതിയ യെരൂശലേമിന്റെ കണക്കും അളവും ഒക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. എനിക്കറിയില്ല, അങ്ങനെ പറയാനായിട്ട് അറിയത്തില്ല. എനിക്കതിന്റെ ഞാൻ അങ്ങനെ കണക്കിൽ ഞാൻ തീരെ പൊട്ടനായിരുന്നു പഠിക്കുന്ന കാലത്തും പോലെ. പലപ്പോഴും ആനമുട്ട കണക്കിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് അറിയത്തില്ല കണക്ക്. എന്നാൽ എനിക്ക് വചനത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെയൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ്. എന്നെ കർത്താവ് അങ്ങനെ പഠിപ്പിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന പെർഫെക്റ്റ് ആണെന്ന് നിങ്ങളാരും വിശ്വസിക്കേണ്ട. നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട്. ബൈബിൾ പഠിച്ചോണം, അറിയാവുന്നവരോട് ചോദിച്ചോണം. ഞാൻ പറയുന്നത് എല്ലാം സത്യമാണെന്നും പറഞ്ഞ് അതിനെ അണ്ടർലൈൻ ചെയ്യുമൊന്നും വേണ്ട. സംശയമുള്ളത് അറിയേണ്ടവരോട് ചോദിച്ച് മനസ്സിലാക്കിക്കണം. കാരണം ആ വചനത്തിൽ ആരും പെർഫെക്റ്റ് അല്ല. ഓരോരുത്തർക്ക് ദൈവം തരും. നമ്മൾ കുറേ പഠിക്കുകയും മനസ്സിലാക്കുകയും കുറേ ബുക്സ് റെഫർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ വ്യക്തിപരമായിട്ട്. പിന്നെ നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളോട് ചേർത്ത് നമ്മൾ പറയുന്നു, പ്രസംഗിക്കുന്നു, പഠിപ്പിക്കുന്നു. ആരും ഒരു വേദപഠിത പിന്നെ ബൈബിൾ ടീച്ചറും പെർഫെക്റ്റ് അല്ല. അതർ ദാൻ മൈ ജീസസ്. എൻ്റെ കർത്താവ് ഒഴികെ ആരും പെർഫെക്റ്റ്.
സോ എന്നാൽ വചനം മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത്. നിത്യത എന്ന് പറയുന്നത് അതുപോലെ ഗഹനമായ ഒരു കാര്യമാണ് നിത്യത എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം. ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇച്ചിരി സംശയിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാൽ ഞാൻ പറയുന്ന അർത്ഥത്തിൽ മാത്രം എടുത്താൽ മതി. സംശയം വല്ലതും തോന്നിയാൽ വിട്ടുകളഞ്ഞു തരാം കേട്ടോ, വിട്ടുകളഞ്ഞു. ഈ നരകത്തെ കുറിച്ചുള്ള പഠിപ്പിക്കും. നരകം എന്നാ സ്ഥിതി വിചാരം? നരകം എന്ന് പറയും എന്താ? നരകത്തിൽ പോയി കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്ന് പറയും. What is your imagination about hell? People who go to hell, എന്നായിരിക്കും അവരുടെ സ്ഥിതി? You think that the whole eternity, we do not know what is eternity. The whole eternity they will be burned in the hell. അത് നിങ്ങൾ ഞാൻ ചോദിക്കും, നമ്മുടെ ദൈവത്തിന്റെ ദൈവം ആരാ? ദീർഘക്ഷമയുള്ള, സ്നേഹവാനായ, ദീർഘക്ഷമയുള്ള ദൈവം. ഓക്കെ, എനിക്കിപ്പോൾ 55 വയസ്സ് പ്രായമുണ്ട്. ഞാൻ ഒരു വിശ്വാസി, ഒരു അവിശ്വാസിയാണെന്ന് വെച്ചു. ഓക്കെ, ഞാനൊരു വിശ്വാസിയല്ല, അവിശ്വാസിയാണ്. ഞാൻ സുവിശേഷമൊക്കെ പല പ്രാവശ്യം കേട്ടിട്ട് അതിനെ അംഗീകരിക്കാതെ തിരസ്കരിച്ച് ജീവിക്കുന്ന ഒരു ദുഷ്ടൻ, നമ്മുടെ ബൈബിളിൻ്റെ ഭാഷയിൽ ഒരു ദുഷ്ടൻ. ഞാൻ അടുത്ത ദിവസം മരിച്ച് ഞാൻ നേരെ നരകത്തിൽ പോയി. ബൈബിൾ പഠിപ്പിക്കുന്ന നരകത്തിൽ പോയി. അവസാനം അന്ത്യന്യായവിധി സമയത്തൊക്കെ വന്നു, എൻ്റെ ചാർജ് ഷീറ്റൊക്കെ വായിച്ചു. അവസാനം എന്നെ കർത്താവ് എന്ത് ചെയ്യുക? നരകത്തിലോട്ട് തള്ളുക. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. അതിനകത്തൊന്നും എതിരൊന്നുമില്ല കേട്ടോ, തരകത്തിലോട്ടോ. അപ്പം നിങ്ങൾ ഞാൻ 55 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. ഈ 55 വർഷത്തിൽ എനിക്ക് ശരിയും തെറ്റും വിവേചിച്ചറിയാൻ പ്രാപ്തിയാകുന്നൊരു കാലമുണ്ട്. ആ കാലം ഒരു 5 വയസ്സോ അല്ലെങ്കിൽ 10 വയസ്സോ കഴിഞ്ഞ ഒരു 40-45 വർഷം ഞാൻ ഭൂമിയിൽ ചെയ്ത തെറ്റുകൾ, പാപങ്ങൾ. അതെന്നാ പാപം? അതായത് ഞാൻ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ കർത്താവിനെ സ്വീകരിച്ചില്ല, അംഗീകരിച്ചില്ല. പിന്നെ നുണ പറഞ്ഞു, ചിലപ്പോൾ മറ്റുള്ളവരോട് അസൂയപ്പെട്ടു, അങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്തു. ഇങ്ങനെ പറയും. ഞാൻ ഈ ഒരു കാര്യം പറയട്ടെ, നമ്മളെ ഈ പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന നമ്മളെക്കാളൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിതത്തെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സൂക്ഷിച്ച് ജീവിക്കുന്ന എത്ര ഹിന്ദുക്കളുണ്ടെന്നറിയാമോ? സത്യമല്ലേ? എത്ര ഹിന്ദുക്കൾ, അവർ വളരെ ഡിസിപ്ലിൻഡ്, അവരുടെ ലൈഫ് വളരെ ഡിസിപ്ലിൻഡാണ്. ഹിന്ദുക്കൾ പലര്, അതുപോലെ മറ്റേ സമുദായക്കാരായിട്ടുള്ള ആളുകൾ, കത്തോലിക്കർ, ഇങ്ങനെയുള്ളവരൊക്കെ അവർ ചർച്ചിലൊക്കെ പോകുന്ന പറഞ്ഞാൽ കത്തോലിക്കൽ അമ്മച്ചി 75-80 വയസ്സുള്ള അമ്മച്ചിയൊക്കെ നിങ്ങൾ നോക്ക്, രാവിലെ 5:30 ആകുമ്പോൾ എഴുന്നേറ്റ് സൂത്രം എടുത്ത് നേരിതും എടുത്ത് മൂടി കെട്ടിക്കൊണ്ട് ഇങ്ങനെ കൈ കുപ്പി കൊന്തയും കൈ പിടിച്ചുകൊണ്ടാണ് പോകുന്ന ചർച്ചിൽ. നമ്മളോ? അപ്പോൾ ഇതൊക്കെ ഒന്ന് വിലയിരുത്തി നോക്കി. നമ്മൾ വിശ്വാസികളെന്ന് പറയുന്ന നമുക്കില്ലാത്ത തീഷ്ണത, ഉത്സാഹം. നമ്മൾ പറയാം അവർ പള്ളിയിൽ പോയിട്ട് എന്നാ പ്രാർത്ഥിക്കുന്നത്, ശരിയായ പ്രാർത്ഥന അല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ വിലയിരുത്തൽ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അതിനൊന്നും ന്യായീകരിക്കുകയല്ല. അപ്പം ഞാൻ ഈ ചെയ്യുന്ന 40-45 വർഷത്തെ എൻ്റെ പാപപ്രവൃത്തികൾ, എൻ്റെ തെറ്റുകൾ, ഈ തെറ്റുകൾക്ക് വേണ്ടിയാണോ ഒരു നിത്യത എന്ന് പറയുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതിന് നിത്യതയ്ക്ക് ഒരു അന്തമില്ല. ഈ അന്തമില്ലാത്ത കാലം മുഴുവൻ പ്ലസ് എന്നെ നരകത്തിലിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു ദൈവത്തിന്റെ ആ ദീർഘക്ഷമ അല്ല ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഹൗ യു വിൽ ഇവാലുവേറ്റ് ഇറ്റ്? ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ എന്തൊക്കെ എൻ്റെ പേഴ്സണൽ ചിന്തകളാണ്. നിങ്ങൾ അതിനെയൊന്നും അടിവരയിടുന്ന അണ്ടർലൈൻ ചെയ്യില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നതെന്നറിയാമോ, ഞാൻ 45 വർഷം ഭൂമിയിൽ ജീവിച്ച ജീവിതം, ഞാൻ ചെയ്ത തെറ്റുകൾ, എൻ്റെ തെറ്റുകളുടെ സീരിയസ്നെസ്, എൻ്റെ തെറ്റുകളുടെ ഗൗരവത, ആ ഗൗരവതയ്ക്കനുസരിച്ച് എനിക്കൊരു പണിഷ്മെന്റ്. ആ പണിഷ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. നരകത്തിലിടും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. പക്ഷെ ആ നരകത്തില് എൻ്റെ പണിഷ്മെന്റിന് ഞാൻ ചെയ്ത പാപത്തിനനുസരിച്ചുള്ളൊരു ഡ്യൂറേഷൻ, ഒരു ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ എന്നാ ചെയ്യുന്നത്? ഇപ്പോൾ അടുത്ത ചോദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാ ചെയ്യുന്നത്? അത് കഴിഞ്ഞ് പിന്നെ സ്വർഗത്തിലോട്ട് കയറ്റുമോ? ഐ ഹാവ് നോ പ്രൂഫ് ഫോർ ദാറ്റ്. ബട്ട് ദൈവത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ദൈവം ദീർഘക്ഷമയുള്ള ദൈവം. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണേ, അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കണം. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ 45 വർഷം തന്നിരിക്കുന്നത് എന്തിനാ തന്നിരിക്കുന്നത്? ദൈവത്തെ അറിയാനും സത്യം അറിയാനും സത്യത്തെ പിൻഗമിക്കാനായി 45 വർഷം ഭൂമി തന്നത്. നീ ഹൗ ഡിഡ് യു റിയാക്ട് ടു ദ ട്രൂത്ത്? നീ എന്റെ സത്യത്തോട് എങ്ങനെ പ്രതികരിച്ചു? അതൊരു ക്വസ്റ്റ്യനാണ്. അപ്പൊ അതിനൊക്കെ അനുസരിച്ചാണ് ശിക്ഷാവിധി വരുന്നത്. നമ്മുടെ നരകത്തിന്റെ ഭീകരതയൊന്നും കുറയ്ക്കുമെന്നല്ല. കാരണം നരകത്തിന്റെ ഭീകരതയാണെന്ന്
അങ്ങനെ തന്നെയാണ് വചനം പഠിപ്പിക്കുന്നത്. ലാസർ അവിടെ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു എന്നതാ, ഞാൻ ഇവിടെ കിടന്ന് എന്തനുഭവിക്കുന്നു, യാതൊരു അപ്പൊ അതിന്റെ സിവിയറിറ്റി കൊണ്ടാണ്, അതിന്റെ സീരിയസ്നെസ് കൊണ്ടാണ് പറഞ്ഞത്. അബ്രഹാം പിതാവേ, എന്റെ സഹോദരന്മാർ 5 പേര് അവിടെയുണ്ട്, അവരിങ്ങോട്ട് വരാതിരിക്കണം, അവരും കൂടെ ഇങ്ങോട്ട് വരാതിരിക്കേണ്ടതിന് ആരെയും ഒന്ന് പറഞ്ഞു വിടണേ എന്ന് പറഞ്ഞു. ഇപ്പൊ സത്യത്തിന്റെ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ വാക്കുണ്ട്, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി പിന്നെ ഒരു പരിഹാരം ശേഷിക്കാതെ എതിരാളികളെ ദഹിപ്പിക്കുന്ന ക്രോധാഗ്നിയെ ഉള്ളൂ. അപ്പൊ എനിക്ക് തന്നിരിക്കുന്ന ആയുസ് ദൈവം എന്നെ കുറിച്ച് താല്പര്യപ്പെടുന്നതാണ്. ഞാൻ സത്യത്തിന്റെ പരിജ്ഞാനം ഗ്രഹിക്കണം, അറിയണം, ആ സത്യം അനുസരിച്ച് ജീവിക്കണം. അതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതിനുള്ള ഭാഗ്യം കർത്താവ് തന്നത്. അതുകൊണ്ട് നരകം ഒരിക്കലും ഇല്ലാതാവുന്നില്ല, നരകത്തിന്റെ സിവിയറിറ്റി സീരിയസ്നെസ് കുറയുന്നില്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ പ്രോഗ്രാം നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചല്ല എന്ന് മാത്രമേ ഞാൻ പറയൂ. ദൈവത്തിന്റെ പ്രോഗ്രാം നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചല്ല. അത് പ്രതിഫല വിഭജനത്തിന്റെ കാര്യമാണെങ്കിലും അങ്ങനെയാ. ദൈവത്തിന്റെ ഹൃദയമല്ല നമ്മുടെ ഹൃദയം. നമ്മുടെ ഹൃദയം ആ ദൈവത്തിന്റെ ഹൃദയമെങ്കിൽ ദൈവത്തിന് ദൈവമായിരിക്കാൻ കഴിയത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ബട്ട് there is no reward. നിശ്ചയമായും ഒരു പ്രതിഫലമുണ്ട്. ഞാൻ ഈ വാക്യം ഇത് പറയാൻ കാര്യമാണ്. അതായത് ഒരു വാക്യം വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നിടത്ത് ഒരു വാക്യമുണ്ട്. ആ വാക്യം എന്നാണെന്നറിയാം, ഇതാ ഞാൻ വേഗം വരുന്നു. ബാക്കി നിങ്ങൾ പറഞ്ഞ് ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക്, അത് ആദ്യമാണോ നമ്മൾ വായിച്ചത്? 1-ാം അധ്യായത്തിലായിരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. അതെവിടെ വാക്യം? ഒടുവിലത്തെ അധ്യായമാണോ നോക്കി, 22-ന്റെ ഒന്ന് വായിച്ചവർക്ക്. ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പൊ എങ്ങനെയാ കിട്ടുന്നത്? How do you read it in English? Behold, I am coming soon. My reward is with me, and I will give to everyone according to what he has done. Come on. I will give to everyone according to what he has done. ഓരോരുത്തൻ അവനവന്റെ, അങ്ങനെയാ കർത്താവ്. അതാ കർത്താവിന്റെ നീതിയുടെ ഒരു ഭാഗം. പ്രവൃത്തിക്കനുസരിച്ച്. ഇപ്പൊ എല്ലാവരും കൂടെ, അതുകൊണ്ട് നരകം എന്ന് പറയുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, എല്ലാവരും കൂടെ ഒരുമിച്ച് പിടിച്ച് അങ്ങോട്ടിട്ട് എല്ലാത്തിനെയും കൂടെ ഒരുമിച്ചിട്ട് ചുട്ടുപഴിപ്പിക്കുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനല്ല, ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം. അത് സ്വർഗത്തിലെ പ്രതിഫലമാണെങ്കിലും നരകത്തിലെ ശിക്ഷയാണെങ്കിലും എന്തിനനുസരിച്ചാണ്? അവനവന്റെ അക്കോർഡിംഗ് ടു യുവർ ഡീഡ്. അത്രയും പറഞ്ഞാൽ മതി, അതായത് ശരിയായത്. അക്കോർഡിംഗ് ടു യുവർ ഡീഡ്. നിന്റെ പ്രവർത്തിക്കനുസരിച്ച നിനക്ക് പ്രതിഫലം കിട്ടുന്നതും പ്രവർത്തിക്കനുസരിച്ച നീ ശിക്ഷാവിധി പ്രാപിക്കും. കിരീടം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. ഓക്കെ, ഞാനിന്ന് പെർഗമോസ് സഭയിലോട്ട് കയറി കുറച്ച് കാര്യങ്ങൾ പറയണമെന്നൊക്കെ വിചാരിച്ച സമയം തീർന്നു. ഞാൻ ഉദ്ദേശിക്കാത്ത നിലയിൽ ഇന്ന് നമ്മൾ വിട്ടുപോയി, അതുകൊണ്ടാണ്. ഓക്കെ, സാരമില്ല, നമുക്ക് സമയം ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. So last thing to say here is that when a man is faithful, he shall receive the crown of life. മരണപര്യന്തം. അങ്ങനെയല്ലെന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ശരിയായ വ്യാഖ്യാനം എന്താണെന്ന് പറഞ്ഞത്? മരണത്തിലും, even in death, somebody who is faithful even in death, മരണത്തിലും വിശ്വസ്തനായിരിക്കുന്നവൻ എന്ത് ചെയ്യും? മരണത്തിലും വിശ്വസ്തൻ. That is the challenge before us. മരണത്തിലും വിശ്വസ്തൻ. മരിക്കേണ്ടി വന്നാലെന്നല്ല, മരണത്തിലും വിശ്വസ്തനായിരിക്കാൻ ഞാൻ. In the ancient Roman coins, an emblem of an ox facing an altar and a plow were engraved in that coin. The ox can either be burned as a sacrifice once for all on the altar, or
give shoulder to the plow and work till its death. Two things are here for a Christian. Either you can be a martyr or you can be a living martyr. Amen. പഴയ റോമാക്കാരുടെ പഴയ നാണയത്തില് ഇങ്ങനെയൊരു സംഭവമുണ്ട്. എന്താണെന്നറിയാമോ? ആ നാണയത്തിന്റെ, നമ്മുടെ നാണയം അറിയാം, നാണയത്തിന്റെ പിന്നെ അശോകചക്രവും പിന്നെ നാണയത്തിന്റെ പേരൊക്കെയാണല്ലോ അപ്പുറം എഴുതുന്നത്. റോമൻ നാണയത്തിന്റെ ഒരു വശത്ത് ഒരു കാളയും, ആ കാളയുടെ മുൻപിൽ ഒരു യാഗപീഠം, ഒരു കലപ്പ, ഇങ്ങനെയാണ് ആ നാണയത്തിൽ ഉല്ലേഖനം ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് റോമൻ നാണയം വിളിച്ചു പറയുന്ന അർത്ഥം, ഈ കാളയുടെ മുന്നിൽ ഒരു യാഗപീഠവും കലപ്പയും. അർത്ഥം ഇതാ, കാളയ്ക്ക് ഒന്നുകിൽ ഈ യാഗപീഠത്തിൽ എന്നേക്കുമായിട്ട് അർപ്പിക്കപ്പെടാം, അതല്ലെങ്കിൽ ഈ നുകം ചുമലിലെത്തിക്കൊണ്ട് ആയുഷ് പര്യന്തം നുകം വഹിച്ചുകൊണ്ട് നടക്കാം. ഈ രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്തരും. ആമേൻ, ആമേൻ. That's a challenge. Either you can become a martyr or you can become a living martyr. ഒന്നുകിൽ നിനക്കൊരു രക്തസാക്ഷിയാവാം, ജീവൻ കർത്താവിനായി നൽകാം, അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയായി മാറും. മരണം വരെ ജീവിക്കുന്ന ഒരു രക്തസാക്ഷി. That is for what we are. Amen. Amen. May God bless us. കർത്താവ് നമ്മെ ഇന്നത്തെ ഈ ചിന്തകളാൽ അനുഗ്രഹിക്കട്ടെ. കർത്താവ് എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് പെർഗമോസ് സഭയെ കുറിച്ചുള്ള പഠനത്തിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിന് സ്തോത്രം.